ഡെസിമൽ അഡീഷൻ സബ്ട്രാക്ഷൻ ശരിക്കും മനസ്സിലായി കഴിഞ്ഞെങ്കിൽ നമുക്കിനി ഡെസിമൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഇനി ഡെസിമൽ നമ്പേഴ്സും സാധാരണ നമ്പേഴ്സും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എങ്ങനെ എത്താം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ദശാംശ സംഖ്യ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ 0.3 ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും നമുക്ക് നോക്കാം. 0.3 × 10. സോ ആശയം വെച്ചാണെങ്കിൽ 0.3 നമുക്കൊരു ഫ്രാക്ഷൻ ആക്കാം. ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 3/10 ഒരു 0 ഉണ്ടെങ്കിൽ അതായത് 10ന്റെ പവർ 1 ആണെങ്കിൽ നമുക്ക് ഒരു സ്ഥാനം വരും. 10ൽ ഒരു 0 ആണുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ദശാംശ സ്ഥാനം വരും. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 3/10 ആണ്. 3/10 × 10 ചെയ്യാൻ പറഞ്ഞാൽ എന്ത് വരും? ഈ 10ഉം 10ഉം വെട്ടിക്കളയാം. ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വെട്ടിക്കളയാൻ ബാക്കി എന്ത് വരും? 3. ആൻസർ 3 വരും. അതിൻ്റെ അർത്ഥം 0.3 × 10 ഒരു ദശാംശ സ്ഥാനം കൊണ്ട് നമുക്ക് ഗുണനത്തിൽ ഒരു 0 വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം 1 മുന്നോട്ട് ചലിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 വരും. അങ്ങനെയെങ്കിൽ 0.3 × 100 ചെയ്താൽ എന്ത് വരും നോക്കാം. 0.3 × 100 ചെയ്യുമ്പോൾ ദശാംശ സ്ഥാനം നമുക്ക് ദശാംശം കഴിഞ്ഞ ഒരു സ്ഥാനമേ ഉള്ളൂ, പക്ഷെ 2 പൂജ്യങ്ങളുണ്ടല്ലേ. അപ്പം എന്ത് ചെയ്യും? ഇത് 2 സ്ഥാനങ്ങൾ മുന്നോട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു സ്ഥാനമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു സ്ഥാനം കൂടി മുന്നോട്ട് ചെയ്യണം, ഒരു 0 ഇട്ടേക്കണം. ഇപ്പോൾ കറക്റ്റായില്ലേ? 30. അപ്പോൾ 0.3 × 100 ചെയ്യുമ്പോൾ 30 വരും. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദശാംശവും സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ ദശാംശം ഇല്ലാത്ത സംഖ്യയുണ്ട്, ഗുണിക്കാൻ പറയുന്നു. നമ്മൾ നമ്പേഴ്സ് മാത്രം എടുക്കുക. ഈ കേസിൽ 0.3 × 10 നമ്പേഴ്സ് എടുക്കുക. 3 ഉണ്ട് 10 ഉണ്ട്. അവർ മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും. ഇനി നമുക്ക് ദശാംശം എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു സ്ഥാനം മാറി കുത്തുക. 3.0 എന്ന് പറഞ്ഞാൽ 3 തന്നെ. ആൻസർ കിട്ടിയില്ലേ? സെയിം രീതിയിൽ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്പേഴ്സ് 3ഉം 100 മൾട്ടിപ്ലൈ 3 × 100 300 വരും. 300 വരും. നമുക്ക് എത്ര സ്ഥാനങ്ങളുണ്ട്? ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇപ്പോൾ സ്ഥാനം. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 30.0. അതിൻ്റെ ആൻസർ 30. സോ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസ് മനസ്സിലായല്ലോ. എങ്കിൽ നമുക്കിനി ഡെസിമൽ നമ്പേഴ്സ് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ പോകുന്ന ഡെസിമൽ അല്ലാത്ത നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. സോ 2.4 × 0.3 2.4 × 0.3 ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സ് മാത്രം എടുക്കുന്നു. 24 3 മൾട്ടിപ്ലൈ 24 × 3 ചെയ്താൽ 72 കിട്ടും. 72 കിട്ടും. ഇനി നമുക്ക് ഡെസിമൽ പ്ലേസ് നോക്കണം. ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എത്ര സ്ഥാനങ്ങൾ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം കൂടി കൂട്ടണം. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പോഴത്തേക്കും 2 സ്ഥാനങ്ങൾ ഉത്തരത്തിൽ വരണം. ഇവിടെ ഇപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 അക്കങ്ങളുണ്ടല്ലേ. അപ്പോൾ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സ്ഥാനം മാറ്റി കുത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ 0.72 അല്ലെങ്കിൽ 0.72 എന്ന് കാണാം. ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം സ്ഥാനങ്ങൾ എടുക്കുക, എത്ര ഉണ്ട് നോക്കുക, എല്ലാം കൂടി കൂട്ടുക, സ്ഥാനങ്ങൾ കൂട്ടുക, അത്ര സ്ഥാനം മാറ്റി കുത്തിടുക. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇത് 3.5 × 0.01 × 2 3.5 × 0.01 × 2. സോ ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് നമ്പേഴ്സ് മാത്രം എടുക്കുന്നു. 35 × 1 35 × 2 70. സോ 70 നമുക്ക് കിട്ടി. ഇനി നോക്കേണ്ടത് ഡെസിമൽ പ്ലേസാണ്. ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ സ്ഥാനമുണ്ട്. സോ മൊത്തം എത്രയുണ്ട്? 2 1 3 സ്ഥാനങ്ങൾ ആകപ്പാടെയുണ്ട്. 3 സ്ഥാനങ്ങൾ. അപ്പോൾ ഈ ഉത്തരത്തിൽ നമുക്ക് 3 പ്ലേസസ് വരണം. അപ്പോൾ എന്ത് ചെയ്യണം? 1 2 ഒരു പ്ലേസ് കൂടി ഉണ്ടാക്കുന്ന ഒരു 0 ഇട്ട് കൊടുത്തു, എന്നിട്ടൊരു പോയിന്റ് ഇട്ടു. സോ ആൻസർ 0.070. മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പം ഇത്രയും മാത്രം നമുക്ക് ചെയ്യാറുള്ളൂ. നമ്പേഴ്സ് എടുക്കുന്നു, അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ആ മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ എത്ര സ്ഥാനങ്ങളാണോ ഉണ്ടായെന്ന് നോക്കുന്നു, അതെല്ലാം കൂടി കൂട്ടുന്നു. അത്രയും സ്ഥാനങ്ങൾ നമ്മൾ ഉത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കില്ലേ? ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്പേഴ്സ് മാത്രം ദശാംശ സ്ഥാനം മാറ്റി നിർത്തിയിട്ട് നമ്പേഴ്സ് മാത്രം എടുക്കുന്നു. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും. അതിനുശേഷം ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നു, അതെല്ലാം കൂടി കൂട്ടുന്നു. അത് ഫൈനൽ ആൻസർ അപ്ലൈ ചെയ്യുന്നു. അത്തരം സ്ഥാനങ്ങൾ മാറ്റി കുത്തിടുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ നോക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് വേരിയസ് എക്സാംസിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 0.5 × 0.05 × 0.005 × 500. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽ അല്ലാത്ത നമ്പറും ഉണ്ട് അല്ലേ. ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്പേഴ്സ് മാത്രം എടുക്കുന്നു. നമ്പേഴ്സ് മാത്രം ഇവിടെ 5, ഇവിടെ 5, ഇപ്പുറത്തും 5, ഇവിടെ 500. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ 5 into 5 25 ആണ്, 25 into 5 125 ആണ്, 125 into 5 625. എല്ലാവരും 625 ഉണ്ടല്ലോ ഓപ്ഷനിൽ. അപ്പോൾ 625 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ വേണമെങ്കിൽ എഴുതാൻ പറ്റും 625. ഇനി 2 0 കൂടി ഉണ്ട്, കാരണം 500 ഉണ്ട്. ഇനി നമുക്ക് ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ആകെ എത്ര ഉണ്ട്? 3 + 2 + 1 6 പ്ലേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ആൻസറിൽ 6 പ്ലേസുകൾ മാറിയിട്ട് വേണം എന്തിനാ കുത്തിടാൻ. ഇവിടെ ഇപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 5 സ്ഥാനം ഉണ്ട്. ഒരു സ്ഥാനം കൂടി വേണം. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കും, എന്നിട്ടൊരു പോയിന്റ് ഇടും. അപ്പോൾ 0.062500. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന സീറോസ് നമുക്ക് നിഗളക്ട് ചെയ്യാം, കാരണം അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ആൻസർ 0.0625. അങ്ങനത്തെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. സോ 0.0625 ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.0055 into 1.2. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പോകണില്ല, കാരണം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് 6 66 കിടപ്പുണ്ട്. ഇനി ഡെസിമൽ പ്ലേസ് ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ഇവിടെ നോക്കിയാൽ 1 2 3 4, ഇവിടെ നോക്കിയാൽ ഒരു പ്ലേസ്, ആകെ 5 സ്ഥാനങ്ങൾ വേണമെന്ന് മനസ്സിലായി. ഓപ്ഷൻസ് നോക്കിയിട്ട് 5 സ്ഥാനങ്ങളെ നോക്കിയാൽ ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഓപ്ഷൻ സി അല്ല ആൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 55 into 12 ചെയ്യാൻ പോകുന്നത്. 55 into 12. ഇവിടെ നമുക്ക് 5ന്റെ ഒരു ഫാക്ടർ ഉണ്ട്, ഇവിടെ 2ന്റെ ഒരു ഫാക്ടർ ഉണ്ട്, ശരിയല്ലേ? 2ന്റെ ഒരു ഘടകമുണ്ട്. 5ഉം 2ഉം കൂടി ഗുണിച്ചാൽ 0 വരും എന്നറിയാലോ. കാരണം എന്താ നോക്കിയാൽ മതി, 5 into 2 ചെയ്താൽ 10 വരും. സോ 0 ആണ് നമുക്ക് അവസാനം വരാൻ പോകുന്നത്. അവസാനം 0 എങ്ങും കൊടുത്തിട്ടില്ല അല്ലേ. അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവസാനം 0 ഉണ്ടായിരുന്നു. 00660 0000660 0660 പോയിന്റ്. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻസ് കിടക്കേണ്ടിയിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണ് 1 2 3 4 5 5 പ്ലേസ് വേണ്ടത്. ഇപ്പോൾ 5 പ്ലേസുള്ള ഏതുണ്ട്? 1 2 3 4 5. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് ഓൾറെഡി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വരും അല്ലേ. 10 വരുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സ്ഥാനം കളയാലോ. മൾട്ടിപ്ലിക്കേഷനിൽ 10 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോയിന്റ് ഒരു സ്ഥാനം മുന്നോട്ട് ചാടും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 55 12 ചെയ്യുമ്പോൾ ഒരു 10 എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ടാവും, ഒരു 0 വരുന്നുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സ്ഥാനം വേണമെങ്കിൽ കളയാം, കാരണം ഇവിടെ ഓപ്ഷൻസിൽ അവസാനം 0 വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു സ്ഥാനം കണ്ടിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇത്ര മൊത്തം 4 സ്ഥാനം വന്നാൽ മതി. അങ്ങനത്തെ ഓപ്ഷൻ ബി ആണ്. സോ ഈ രീതിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 55 into 12 ചെയ്യുന്നു, അന്നേരം കിട്ടാവുന്ന 5 2s are 10, 5 2s are 10 + 1 11, 5 1s are 5, 5 1s are 5 0, 5 + 1 6 6. 660 കിട്ടി. ഇനി നോക്കേണ്ട സ്ഥാനങ്ങളാണ് 1 2 3 4 5. 5 സ്ഥാനം വേണമെന്ന് മനസ്സിലായി. സോ 1 2 3 4 5 2 0 ഇട്ട് ഒരു പോയിന്റ്. അപ്പോൾ 0.00660 എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 0 നിഗളക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ 0.0066 ഇങ്ങനെ ചെയ്തും എടുക്കാം. ഏറ്റവും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 5ന്റെയും 2ന്റെയും ഫാക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു 0 വരും എന്നറിയാം. അതിൻ്റെ അടുത്ത് ഒരു 0 നമുക്ക് ആൻസറിൽ വരുന്നുണ്ടെങ്കിൽ അവസാനം ഒരു 0 വരുന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനം കുറച്ച് കണ്ടാൽ മതി. 2 zeros അവസാനം വരുന്നുണ്ടെങ്കിൽ 2 സ്ഥാനം കുറച്ച് കണ്ടാൽ മതി ഡെസിമൽസ് വരുമ്പോഴത്തേക്ക്. സോ എത്ര സീറോസ് അവസാനം വരുന്നു അത്രയും സ്ഥാനങ്ങൾ കുറച്ച് കണ്ടാലും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ദശാംശ സംഖ്യ ഗുണിക്കുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കിയല്ലേ. ഇനി നമുക്ക് അടുത്തായിട്ട് ദശാംശ സംഖ്യ ഹരിക്കുന്ന എങ്ങനെ മനസ്സിലാക്കാം, ഡെസിമൽ ഡിവിഷൻ എങ്ങനെയെന്ന് കൂടി മനസ്സിലാക്കാം. സോ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എങ്ങനെയായിരുന്നു, നമ്മൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് നോക്കി അതെല്ലാം കൂടി കൂട്ടി ലാസ്റ്റ് ആൻസറിൽ അത്രയും സ്ഥാനം മാറ്റി കുത്തിട്ടല്ലേ. ഈ ഡെസിമൽ ഡിവിഷൻ വരുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ എടുക്കാം 2 / 0.1. സോ ഇവിടെ നോക്കിയാൽ ഒരു സാധാരണ നമ്പറും ഉണ്ട്, ഒരു ഡെസിമൽ നമ്പറും ഉണ്ട്. ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പോവാം. സോ ഇതിൻ്റെ ആൻസർ എന്താ വരുമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇങ്ങനെ കാണാമല്ലോ, 2 / 0.1. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 0.1 എന്ന് പറഞ്ഞ ഡെസിമലാണ്, അതിനെ ഫ്രാക്ഷനായി കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. ഫ്രാക്ഷനായി കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, 2 / ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഒരു 10 അടിയിലുണ്ടെന്ന് അർത്ഥം. സോ 1/10, 2 / 1/10 എന്നായാലോ. ഇനി ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. സോ 2 into മറിച്ചിട്ട് ഗുണിക്കണം, 10/1 എന്നൊരു ആൻസർ തോന്നുന്നു 20 എന്നല്ലേ. അപ്പോൾ ആൻസർ 20 കിട്ടി. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്തു പോയിട്ടാണ് 20 തോന്നുന്നത്. ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്കിത് ആൻസർ കണ്ടെത്താം. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചെയ്താൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 / 0.1 ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. 0.1 നമ്മൾ എന്ത് ചെയ്തു, ഫ്രാക്ഷനായി കൺവേർട്ട് ചെയ്തു. അത് 1/10. ഒരു ദശാംശം കഴിഞ്ഞ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ ഒരു 10 അടിയിലുണ്ടാവും ഓർത്താൽ മതി. 1/10 ഈ നമ്പർ ഓരോന്ന് എഴുതണം.
ഇനി ഡിവിഷനിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ മറിച്ചിട്ട് ഗുണിക്കാനായിട്ട് 2 × 10/1 ചെയ്തു. അപ്പോൾ ആൻസർ 20 കിട്ടി. 2 × 10 20, 20/1 20 തന്നെയാണ്. ഇവിടെ നമ്മൾ നോർമലി ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഡിവിഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ 2/1 ചെയ്യണം. നമ്പേഴ്സ് മാത്രം എടുത്ത് 2/1 ആൻസർ 2 ആണെന്നറിയാം. ഇനി നോക്കേണ്ടത് ഡെസിമൽ പ്ലേസിന്റെ കൗണ്ടാണ്. മുകളിൽ നമുക്ക് ഡെസിമൽ പ്ലേസ് ഒന്നുമില്ല, താഴെ നമുക്ക് ഒരു സ്ഥാനം ഉണ്ടല്ലേ. ഇതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ രണ്ടിടത്തും ഒരേ സംഖ്യ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങോട്ടൊന്ന് കൊടുക്കണം. ശരിയാണല്ലോ, ഇങ്ങോട്ടൊന്ന് കൊടുത്താലേ ഇവിടെ രണ്ടിടത്തും ഒന്നൊന്ന് പറഞ്ഞു വരുള്ളൂ. ഇവിടെ ഒരെണ്ണം കൊടുത്താൽ ഇവിടെ രണ്ടിടത്തും ഒന്നൊന്ന് പറഞ്ഞ് വന്നേനെ. അതിൻ്റെ അർത്ഥം മുകളിലേക്ക് ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ നമ്മളൊരു 0 ഇട്ടേക്കണം, മുകളിലേക്ക് ഒരെണ്ണം കൊടുക്കണമെങ്കിൽ ഒരു 0 ഇട്ടേക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡെസിമൽ പ്ലേസിന്റെ വ്യത്യാസം എവിടെയാണോ കുറവ് നോക്കണം. ഇപ്പോൾ മുകളിലാണ് കുറവ്, എത്ര കുറവുണ്ട്, ഒരെണ്ണം കുറവുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, മുകളിൽ കുറവുണ്ടെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും സീറോസ് ഇടണം. മുകളിൽ കുറവുണ്ടെങ്കിൽ ന്യൂമറേറ്ററിലാണ് കുറവെങ്കിൽ എത്ര എണ്ണം കുറവുണ്ടോ അത്രയും സീറോസ് ഇട്ട് കൊടുത്താൽ മതി, അത്രയും സീറോസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തുറന്ന് നോക്കാം. അടുത്ത് നമുക്ക് 4 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 4 വേണ്ട 0.4 0.02 ഇതിൻ്റെ ആൻസർ എന്തോരം നോക്കണം. നോർമൽ മെത്തേഡ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ട മെത്തേഡാണ് 4/2. ഇപ്പോൾ പറഞ്ഞ ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡ് 4/2 ആദ്യമേ ചെയ്യണം. 4/2 ചെയ്യുമ്പോൾ ആൻസർ 2 കിട്ടുമെന്ന് അറിയാം. ഇനി നോക്കണം ഡെസിമൽ പ്ലേസിൻ്റെ എണ്ണം. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ടല്ലേ. സോ എവിടെയാണ് കുറവ്, ഇവിടെയാണ് കുറവ്. എത്ര എണ്ണം കുറവുണ്ട്, ഒരെണ്ണം കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, മുകളിലാണ് ഒരെണ്ണം കുറവ്, അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തേക്കണം. 20 ആണ് ആൻസർ. വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. 0.4നെ 4/10 എന്ന് പറഞ്ഞ് എഴുതാം. ഡിവൈഡഡ് ബൈ 0.02 2/100 ശരിയല്ലേ. 2 സ്ഥാനമുണ്ട്, അപ്പോൾ 2 0 1, ഒരു സ്ഥാനമുണ്ട്, ഒരു 0 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇനി എന്ത് ചെയ്യാം, 4/10 × 100/2 എന്ന് എഴുതാൻ പറ്റും. മറിച്ചിട്ട് ഗുണിക്കണം, ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഈ 10ന്റെ ഒരു 0 ഈ 0 വെട്ടിക്കളാം, ഈ 2ഉം 4ഉം കൂടി വെട്ടിയ 2 വരും. 2 × 10 20, ആൻസർ 20 തന്നെ കിട്ടി. സോ ഡെസിമൽ ഡിവിഷൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം, നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ പ്ലേസ് നോക്കുക, എവിടെയാണോ കുറവ് നോക്കുക. മുകളിലാണ് കുറവെങ്കിൽ എന്ത് ചെയ്യണം, എത്ര കുറവുണ്ടോ അത്രയും സീറോസ് ഇട്ട് കൊടുക്കണം, അങ്ങനെയെങ്കിൽ താഴെയാണ് കുറവെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. അടുത്തതിൽ നോക്കാം. താഴെയാണ് കുറവ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് 0.08 ഡിവൈഡഡ് ബൈ 0.2 0.08 ഡിവൈഡ് ബൈ 0.2. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 8/2 ചെയ്യും. ആൻസർ 4 വരും എന്നറിയാം. ഇനി നോക്കുന്ന ഡെസിമൽ പ്ലേസാണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലേ. എവിടെ കുറവ്, താഴെയാണ് കുറവ്. എത്ര എണ്ണം കുറവുണ്ട്, ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. താഴെ ഒരെണ്ണം കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. താഴെ ഒരെണ്ണം കുറവാണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ താഴെ എത്ര എണ്ണമാണ് കുറവ്, ഡിനോമിനേറ്ററിലാണ് കുറവ് വരുന്നെങ്കിൽ എത്ര എണ്ണം കുറവുണ്ടോ അത്രയും സ്ഥാനങ്ങൾ നമ്മൾ ഇവിടുന്ന് മാറ്റി കുത്തിടണം. ഇത് കൺസെപ്ച്വലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ആക്ച്വലി 0.08 ഡിവൈഡ് ബൈ 0.2 എന്ന ക്വസ്റ്റ്യൻ. 0.08 നമുക്ക് 8/100 എന്ന് എഴുതാം. കാരണം 2 സ്ഥാനമുണ്ട്, അപ്പോൾ 100 വരും. ഡിവൈഡ് ബൈ 0.2 എത്ര സ്ഥാനമുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ദശാംശം കഴിഞ്ഞ ഒരു സ്ഥാനമുണ്ട്, അപ്പോൾ 2/10 എന്ന് എഴുതാം. ഇതിപ്പോൾ ഫ്രാക്ഷൻ ഡിവിഷൻ ആണ്. എന്താ ചെയ്യണം, മറിച്ചിട്ട് കുടിക്കണം. 8/100 അതുപോലെ തന്നെ വരും. ഈ ചിഹ്നം ഗുണനമാവും. അപ്പോൾ ഈ സംഖ്യ, ഈ ഫ്രാക്ഷൻ മറിച്ചിടണം. 10/2 എന്നായി. ഇനി നോക്കിയാൽ ഈ ഒരു 0 ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യണം. അടുത്ത 2ഉം 8ഉം കൂടി ഡിവൈഡ് ഇവിടെ 4 വരും. ഇപ്പോൾ ഇത് 4/10 എന്നായി. ഇത് 4/10 എന്നായി. 4/10 ചെയ്യുമ്പോൾ എന്താ ആൻസർ വരാൻ പോകുക, നമുക്ക് 10 എന്ന് പറയുമ്പോൾ ഒരു 0 ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ 4ന്റെ അവിടെ നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ ഇവിടെ വരും. അപ്പോൾ 0.4 ഇതിനല്ലേ കിട്ടിയത്. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ആൻസർ എഴുതി. അതിനുശേഷം നമ്മൾ സ്ഥാനങ്ങൾ നോക്കുന്നു. ഇവിടെ 2 സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. താഴെയാണ് സ്ഥാനങ്ങൾ കുറവെങ്കിൽ എത്ര സ്ഥാനം കുറവുണ്ടെന്ന് നോക്കുക, അത്രയും സ്ഥാനം മാറ്റി കുത്തിടുക. താഴെ കുറവാണെങ്കിൽ നമുക്ക് ഉത്തരം വരാൻ പോകും ദശാംശത്തിലായിരിക്കും. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 3.2 into 0.02 divided by 0.01. 3.2 into 0.02 divided by 0.01. So മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കൂടി വന്നിട്ടുണ്ടല്ലേ. ആദ്യമേ ചെയ്യേണ്ടത് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ, ന്യൂമറേറ്ററിലെ മൾട്ടിപ്ലിക്കേഷൻ. 32 into 2 64 വരുമെന്നറിയാം. 64. ഇനി നോക്കേണ്ട പ്ലേസ് 1 2 3 3 പ്ലേസ് ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, 1 2
ഒരു 0 ഇട്ട് കൊടുത്ത് പോയിന്റ്. ഇപ്പോൾ 0.064 ഡിവൈഡ് ബൈ 0.01. ഇനി ചെയ്യേണ്ടത് ഡിവിഷനാണ്. 64/1 ചെയ്താൽ 64 എന്നറിയാം. 64/1 64 ആണെന്നറിയാം. ഇനി നോക്കേണ്ടത് നമുക്ക് പ്ലേസസ് ആണല്ലേ. ഇവിടെ 3 പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. ഇവിടെ 3 പ്ലേസ്, ഇവിടെ 2 പ്ലേസ്. എവിടെ കുറവ്? താഴെയാണ് കുറവ്. എത്ര കുറവുണ്ട്? ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. ഒരു സ്ഥാനം മാറ്റുമ്പോൾ 6.4. സോ ആൻസർ എത്ര? 6.4 ആണ് ആൻസർ വരാൻ പോകുന്നത്. ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഡിവിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ സ്ഥാനം കുറവ് നോക്കുക. താഴെയാണ് സ്ഥാനം കുറവെങ്കിൽ എത്ര സ്ഥാനങ്ങൾ കുറവുണ്ടെന്ന് നോക്കുക. അത്തരം സ്ഥാനങ്ങൾ മാറ്റി പോയിന്റ് ഇടുക. ഇത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഡെസിമൽ ഡിവിഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 കാര്യങ്ങൾ ഓർക്കേണ്ടുള്ളൂ. ഡിവിഷൻ ചോദിക്കുമ്പോൾ ആദ്യമേ ഡിവൈഡ് ചെയ്യുക നമ്പേഴ്സ് തമ്മിൽ. അതിനുശേഷം സ്ഥാനങ്ങളുടെ എണ്ണം ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ കുറവ് നോക്കുക. ന്യൂമറേറ്ററിലാണ് കുറവെങ്കിൽ എത്ര സ്ഥാനം കുറവുണ്ടെന്ന് നോക്കുക. അത്രയും സീറോസ് ആൻസറിന്റെ എൻഡിൽ ചേർക്കുക. ഇനി ഡിനോമിനേറ്ററിലാണ് ഡെസിമൽ പ്ലേസ് കുറവെങ്കിൽ എത്ര സ്ഥാനം കുറവുണ്ടെന്ന് നോക്കുക. അത്രയും സ്ഥാനങ്ങൾ മാറ്റി നമ്മളൊരു പോയിന്റ് ഇടണം. ഈ 2 ആശയങ്ങൾ ഓർത്താൽ ഡെസിമൽ ഡിവിഷൻ ഈസി ആയിട്ട് ചെയ്യാം. ഡെസിമൽ ഡിവിഷൻ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കി അല്ലേ? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടി. അതിനുശേഷം ഡെസിമൽ പ്ലേസ് നോക്കുക. മുകളിലും താഴെ ഡെസിമൽ പ്ലേസ് നോക്കുക. എവിടെയാണ് കുറവ് നോക്കുക. മുകളിലാണ് കുറവെങ്കിൽ എത്ര എണ്ണം കുറവുണ്ടോ അത്രയും സീറോസ് ഇട്ട് കൊടുക്കും. താഴെയാണ് കുറവെങ്കിൽ സ്ഥാനങ്ങളെണ്ണം താഴെ കുറവെങ്കിൽ എത്ര എണ്ണം കുറവുണ്ടെന്ന് നോക്കുക. അത്തരം സ്ഥാനങ്ങൾ മാറ്റി കുത്തിടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.592 ഡിവൈഡ് ബൈ 0.8. സോ ഇവിടെ നമുക്ക് 3 പ്ലേസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ. 592 8 ഉണ്ട്. ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻസ് നോക്കിയാൽ എല്ലാത്തിലും 7 4 7 4 എന്നുള്ള സംഖ്യ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് നോക്കേണ്ടത് ഡെസിമൽ പ്ലേസിന്റെ മാത്രമേ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ 0.592 ഉണ്ട്, 0.8 ഉണ്ട്. സോ ഇവിടെ നമുക്ക് 3 സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. എവിടെ കുറവ്? താഴെയാണ് കുറവ്. എത്ര കുറവ്? 2 ഇടത്തിന്റെ കുറവുണ്ട് അല്ലേ? അപ്പൊ ആൻസറിൽ 2 സ്ഥാനം മാറ്റി കുത്തു വേണം. ഓപ്ഷൻസ് നോക്കുക. 2 സ്ഥാനം മാറ്റി കുത്തുള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ നോക്കിയാൽ 2 സ്ഥാനം മാറ്റി കുത്തുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 0.74 ആണ് നമ്മുടെ ആൻസർ. 0.74. കാരണം ഇവിടെ 3 സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. കുറവ് താഴെയാണ്. താഴെ എത്ര എണ്ണം കുറവുണ്ട്? 2 എണ്ണം കുറവുണ്ട്. താഴെ എത്ര കുറവുണ്ടോ അത്ര സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ നമ്മുടെ ആൻസർ 0.74. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒത്തിരി അധികം സീറോസ് ഉണ്ടല്ലേ? നോക്കാം. 0.0000729 ഡിവൈഡ് ബൈ 0.0000027. അപ്പോൾ 729ഉം 27 നമ്മുടെ നമ്പേഴ്സ്. ആദ്യമേ ചെയ്ത് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് 27 2 7 ഉണ്ടല്ലേ? 2ഉം 7ഉം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ 27ന്റെ എന്തോ ബന്ധപ്പെട്ട ആൻസർ വരാൻ പോകുന്നറിയാം. സോ 27 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കേണ്ടത് ഡെസിമൽ പ്ലേസ് ആണ്. എത്ര എണ്ണം വേണമെന്നുള്ളത് ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. ഇവിടെ 8 പ്ലേസ് ഉണ്ട്. മുകളിൽ നമുക്ക് 8 പ്ലേസസ് ഉണ്ട്. താഴെ എത്ര ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8. താഴെയും 8 പ്ലേസ് ഉണ്ട് അല്ലേ? ഇത് മുകളിലും ഇത് താഴെയും. ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഇവിടെ 8 പ്ലേസ് ഉണ്ട്, ഇവിടെയും 8 പ്ലേസ് ഉണ്ട്. അതിനർത്ഥം ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പ്ലേസ് ഒന്നും വേണ്ട. കാരണം ഈക്വൽ അല്ലേ? ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് 0 ഇടണ്ട, മാറ്റി കുത്തു ഇടുകയും വേണ്ട. സോ ആൻസർ 27. ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ സി 27.